എന്റെ പേര് ഷംന. എന്റെ മോൻ ഇവിടെ പ്രീ കെ ജിയിൽ പഠിക്കുന്നു. പേര് മുഹമ്മദ് അൽഫാസ്. മോന് ഒരു 2 വയസ്സ് 2.5 വയസ്സ് വരെ സംസാരിക്കാനായിട്ട് അറിയില്ലായിരുന്നു. എന്നുവെച്ചാൽ വാപ്പി ഉമ്മി എന്നല്ലാതെ അവൻ അങ്ങനെ സംസാരിക്കില്ലായിരുന്നു. അപ്പോ സ്പീച്ചിങ് തെറാപ്പിക്കൊക്കെ വിടാൻ പറഞ്ഞു. അപ്പൊ വിട്ടില്ല. അപ്പൊ അതിനു മുമ്പൊന്ന് നമുക്ക് ഒരു സ്കൂളിൽ ആക്കി നോക്കാം എന്ന് വിചാരിച്ചാണ് ഇവിടെ കൊണ്ടുവന്ന് ആക്കിയത്. ഇവിടുന്ന് ഒരു 3 മാസം കഴിഞ്ഞപ്പോ തന്നെ കുട്ടി നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അത് ഓരോ വാക്കുകളും പറയാൻ തുടങ്ങി. അത് കഴിഞ്ഞിപ്പോ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഓരോന്നും ഇംഗ്ലീഷ് വേർഡ്സിൽ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ മലയാളത്തിൽ പറഞ്ഞാലും അവൻ ഇംഗ്ലീഷിലേ പറയുള്ളൂ. പിന്നെ സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ സ്കൂൾ വിട്ട് വരുമ്പോൾ ഷൂസ് എല്ലാം ഷൂ റാക്കിൽ എടുത്തു വെക്കും, തന്നെത്താൻ പോയി കുളിക്കും, തന്നെത്താൻ വാരി കഴിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്വയം ചെയ്യാൻ തുടങ്ങി. പിന്നെ ബിബി ആൻഡ് ബലു എന്ന് പറഞ്ഞ ബുക്ക് നോക്കിയിട്ട് അതിൽ സ്റ്റോറീസ് ഓരോന്ന് പറയാൻ തുടങ്ങി. എനിക്ക് അതിനൊന്നും മനസ്സിലായില്ല. എന്ന് വെച്ചാൽ സ്റ്റോറി ആയിട്ട് അതിലില്ല, പിക്ചേഴ്സ് ആയിട്ടേ ഉള്ളൂ. അപ്പൊ അത് എന്താണ് അവർ പഠിപ്പിക്കാനുള്ളതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഈ ബുക്ക് ആദ്യം കൈ കിട്ടിയപ്പോൾ ഇത് എങ്ങനെ പഠിപ്പിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഒരു വേർഡ്സ് പോലും അതിലില്ല. പക്ഷെ പിക്ചർ നോക്കിയിട്ട് അതിന്റെ സ്റ്റോറി എനിക്ക് പറഞ്ഞു തരുന്നതിനുണ്ട്. അപ്പൊ ഓരോ വെള്ളിയാഴ്ച കൊണ്ടുവന്ന ബുക്ക് കൊണ്ടുവന്നിട്ട് എനിക്കിങ്ങനെ സ്റ്റോറി പറഞ്ഞു തരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എനിക്ക് മിസ്സിനോടാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. വെച്ചാൽ മിസ് അത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടി. വെച്ചാൽ ചെറിയ കുട്ടികളല്ലേ, സംസാരിക്കാൻ അറിയാത്ത കുട്ടികളാണ് സ്കൂളിലേക്ക് വിട്ടത്. അപ്പൊ അവര് ഇത്ര സ്റ്റോറി നന്നായിട്ട് പറയുന്നുണ്ട്. എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് ഞാനിവിടെ പ്രീ കെ ജി പഠിച്ചിട്ട് വേറെ സ്കൂളിലേക്ക് ആക്കാന്നുള്ള ഒരു മൈൻഡിലാണ് ഇവിടെ വന്നത്. എന്നുവെച്ചാൽ മൂത്ത കുട്ടി ഇവിടെ ഉണ്ട്. അപ്പൊ അവരുമായിട്ട് സ്കൂളിലേക്ക് പോയി തുടങ്ങി ഒന്ന് അഡ്ജസ്റ്റ് ആയി വരുമ്പോഴേക്ക് വേറെ സ്കൂളിലേക്ക് മാറ്റാന്നുള്ള ഇതിലാണ് ഞാൻ വന്നത്. പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് മാറ്റണമെന്നില്ല. ഒരു 5ാം ക്ലാസ് വരെ ഇവിടെ നല്ലൊരു സിലബസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലായപ്പോ എനിക്ക് മാറ്റണമെന്നില്ല. ഇവിടെ തന്നെ പഠിപ്പിക്കാനാണ് എനിക്ക് ആഗ്രഹം. വെരി ഗുഡ്. So in pre-KG, children should feel happy to come to school. Whether he is feeling happy to come to school. Happy. സ്കൂളിലേക്ക് വരാനായിട്ട് ഞാൻ രാവിലെ വിളിച്ചെഴുന്നേൽപ്പിക്കേണ്ട കാര്യമില്ല. തന്നെത്താൻ സ്കൂളിൽ പോകാനായിട്ട് ചിലപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ഫുഡ് കഴിച്ചു കഴിയും. 5 മിനിറ്റ് കൊണ്ട് ഫുഡ് കഴിക്കും. കുളിച്ച് വന്ന ഉടനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇരിക്കും. പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത് വരുന്നത്. സ്കൂളിലേക്ക് പോകാൻ മടി കാണിക്കുക, ബസ്സിൽ കയറാനൊരു കരച്ചിലോ അങ്ങനെ ഒന്നുമില്ല. ഒരു ദിവസം വെള്ളിയാഴ്ച സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ശനി ഞായർ സ്കൂളില്ലല്ലോ മക്കൾക്ക് വിഷമമാണ്. എന്നെ സ്കൂളിലാക്കിത്താന്ന് എൻ്റെ അടുത്ത് പറയും. അങ്ങനെ ഹാപ്പിയാണ് ആള്. സ്കൂളിലേക്ക് വരാൻ ഒരു മടി ഇതുവരെ കാണിച്ചിട്ടില്ല. എനിക്ക് നാളത്തെ കാര്യം എനിക്കറിയില്ല, ഇതുവരെ ഒരു മടിയും കാണിച്ചിട്ടില്ല. How he is understanding concept? He is saying fruit, vegetable. Is he able to name fruit and vegetable? എല്ലാ വെജിറ്റബിൾ എല്ലാത്തിന്റെ പേരും പറയാറില്ല. എന്നാലും സ്കൂളിൽ എന്താണോ പഠിച്ചിരിക്കുന്നത് അത് വന്ന് പറയണുണ്ട്. വെജിറ്റബിൾസിന്റെ പേര്, ഫ്രൂട്ട്സ് എല്ലാം പറയും. എന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് ആണ് ആള് കൂടുതൽ കഴിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഫ്രൂട്ട്സിന്റെ പേരെല്ലാം പറയും. ഇപ്പൊ പഴം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പഴമല്ല ബനാന എന്ന് എന്റെ അടുത്ത് പറയും. മുന്തിരി എടുത്ത് കഴിഞ്ഞാൽ മുന്തിരി അല്ല ഗ്രേപ്സ് അങ്ങനെ പറയണം. അല്ലെങ്കിൽ മിസ്സിനോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു എന്റെ അടുത്ത് പറയും. അങ്ങനെ എന്നെ പറയും. ഞാൻ പറയും വെള്ളം തരട്ടേക്ക്, വെള്ളമല്ല വാട്ടർ, അങ്ങനെ തന്നെ പറയണം. വെരി നൈസ്. So how is his development, ma'am? Are you happy? Happy. അവന്റെ കാര്യത്തിൽ എല്ലാത്തിലും എനിക്കൊന്നും പറയാനില്ല. മിസ്സിനോടോ എനിക്ക് ഒരു പരാതിയും പറയാനില്ല. അങ്ങനെ ചെയ്യണമെന്നോ ഇങ്ങനെ ചെയ്യണം എനിക്കൊന്നും പറയാനില്ല. എല്ലാം അതിനു മുന്നേ മിസ് എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് വരുമ്പോ തന്നെ ഗുഡ് മോർണിംഗ് എന്നാൽ ഇങ്ങോട്ട് നമ്മുടെ അടുത്ത് കിച്ചണിൽ വന്ന് പറയും എൻ്റെ അടുത്ത് ഗുഡ് മോർണിംഗ്. പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബ്രഷ് ചെയ്യണമെന്ന് ഇംഗ്ലീഷിൽ ബ്രഷ് ചെയ്യണമെന്ന് പറയും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അങ്ങനെ ഓരോന്നും ഇംഗ്ലീഷിലെ പറയണത്. മിസ് പറഞ്ഞു കൊടുത്തതിന്റെ ഇത് തന്നെ പറയുന്നുണ്ടല്ലോ നന്നായിട്ട്. വെരി ഗുഡ്. ഹൗ വാസ് യുവർ ഓവറോൾ എക്സ്പീരിയൻസ് വിത്ത് ജമാഅത്ത് സ്കൂൾ? സൂപ്പർ. വെരി ഗുഡ്. എല്ലാവരും പറയണം. ഞാൻ ചെറിയ കുട്ടികളുള്ളവരോടൊക്കെ പറയുന്നത് പ്രീ കെ ജിയിലാക്ക് സൂപ്പർ ആണെന്ന്. എന്നുവെച്ചാൽ അൽഫാസിനെ വെച്ച് നോക്കുമ്പോ നന്നായിട്ട് എല്ലാവർക്കും അത് മനസ്സിലാവുന്നുണ്ട്. അൽഫാസ് ഒട്ടും സംസാരിക്കാത്ത ആളായിരുന്നു. അത് ഇവിടെ വന്നപ്പോ ഒരുപാട് മാറ്റം ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. എന്റെ അടുത്ത് പറയുന്നുണ്ട് ഒരുപാട് മാറ്റം ഉണ്ടെന്ന്. എനിക്ക് അങ്ങോട്ട് പറയേണ്ടതല്ല, എല്ലാവരും ഇങ്ങോട്ട് പറയുന്നുണ്ട്. പക്ഷെ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുമ്പോൾ ഓരോരുത്തർ കണ്ടിട്ട് എന്റെ അടുത്ത് പറയുന്നുണ്ട് അൽഫാസ് ആണ് ഏറ്റവും നന്നായിട്ട് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ പ്ലെഡ്ജ് ഒക്കെ പറയുമ്പോൾ പ്ലെഡ്ജ് അത്ര ക്ലിയർ ആകണില്ല നമുക്ക്, എങ്കിലും അത് ഫുള്ളായിട്ട് പറയുന്നുണ്ട് നന്നായിട്ട്. പിന്നെ നാഷണൽ ആന്തം ഒക്കെ പറയുമ്പോ കുറച്ചൊക്കെ വിട്ടുപോകുമെങ്കിലും പറയണുണ്ട്. പിന്നെ ഫാത്തിഹ ഓതും, അതും കുറച്ചൊക്കെ വിട്ടുപോകുമെങ്കിലും പറയാൻ ശ്രമിക്കണുണ്ട്. വെരി ഗുഡ്. Thank you for your efforts. Thank you for acknowledging the efforts of the school and the teacher. We always look forward to have happy parents like you. Thank you, sir. Thank you.